വ്യാജ അഡ്മിറ്റ് കാർഡുമായി നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയെയും ഒപ്പമുണ്ടായിരുന്ന അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിയെ കുടുക്കിയത് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ നിന്ന് ലഭിച്ച അഡ്മിറ്റ് കാർഡ് ആണെന്നായിരുന്നു സൂചന. വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഇന്നലെ ജില്ലാ ആസ്ഥാനത്തെ പരീക്ഷാ സെന്ററായ തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSSലാണ് വിദ്യാർത്ഥി എത്തിയത്. അഡ്മിറ്റ് കാർഡിൽ ആകെ തെറ്റുകളായിരുന്നു. ആദ്യ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേര്, അമ്മയുടെ പേര്, ജനന തീയതി എന്നിവയാണുള്ളത്. ഏറ്റവും താഴെയായുള്ള സെൽഫ് ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരും വിലാസവുമാണ് ഉണ്ടായിരുന്നത്. അഡ്മിറ്റ് കാർഡിലെ തെറ്റുകൾ കണ്ടപ്പോൾ പരീക്ഷാ സെന്ററിലുള്ളവർക്ക് സംശയം തോന്നുകയായിരുന്നു. എന്നാൽ തനിക്ക് അക്ഷയ സെന്ററിൽ നിന്നും ലഭിച്ചതാണെന്ന നിലപാടിൽ വിദ്യാർത്ഥി ഉറച്ചു നിന്നു. തൈക്കാവ് സ്കൂളിൽ 500ഓളം പേർക്കാണ് പരീക്ഷയ്ക്ക് സെന്റർ അനുവദിച്ചിരുന്നത്. നിരവധി പേർ പരീക്ഷയ്ക്ക് എത്താതിരുന്നതോടെ അയാളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. ക്ലറിക്കൽ പിഴവാണെന്ന നിഗമനത്താലാണ് പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിച്ചത്. എന്നാൽ വൈകിട്ട് 3 മണിയോടെ പരീക്ഷാ സെന്റർ നിരീക്ഷകൻ ഡോക്ടർ മഹേഷ് വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഒരാൾ പരീക്ഷയ്ക്ക് വന്നുവെന്ന് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി. തുടർന്ന് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന DCRB DYSP ബിനു വർഗീസ്, ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന മലയാലപ്പുഴ SHO KS വിജയൻ എന്നിവർ സ്ഥലത്ത് വന്ന് വിദ്യാർത്ഥിയെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റിൻകരയിലുള്ള അക്ഷയ സെന്ററിൽ നിന്നും വാട്സാപ്പിൽ അയച്ചു കിട്ടിയ അഡ്മിറ്റ് കാർഡ് കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നും പ്രിന്റ് എടുത്താണ് പരീക്ഷയ്ക്ക് വന്നതെന്നും അവർ പറഞ്ഞു. അക്ഷയ സെന്റർ ജീവനക്കാരി അപേക്ഷ അയക്കാതിരിക്കുകയും അഡ്മിറ്റ് കാർഡ് ചോദിച്ചപ്പോൾ വ്യാജമായി ഒന്ന് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അവിടെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് മുള്ളുവിള സ്വദേശിയുടെ അഡ്മിറ്റ് കാർഡിൽ കേസിൽ കുടുങ്ങിയ വിദ്യാർത്ഥിയുടെ പേരുകൾ കൂട്ടിച്ചേർത്തുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്.